ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമായിരിക്കും, ആഗ്രഹമായിരിക്കും. നല്ലൊരു വീട്, അതുപോലെ തന്നെ സ്വന്തമായ ഒരു വീട് എടുക്കാൻ കഴിയുക, അത് സൂപ്പറായിട്ട് നമ്മളെ ആഗ്രഹപ്രകാരം തന്നെ ആ ഒരു മോഡലിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വീടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിലേക്കാണ് ഞാൻ പോകുന്നത്. കണ്ടില്ലേ, ഗേറ്റ് വരെ വൈറ്റാണ്. അപ്പോൾ ഇതൊരു നല്ല മനോഹരമായൊരു വീടായതുകൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല. മുറ്റത്ത് കയറിയപ്പോൾ തന്നെ വിശാലമായ മുറ്റം, ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അത്യാവശ്യം ചെറിയൊരു ഗാർഡൻ ഉണ്ട്, ലോൺ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള മരമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കിണറിനും എല്ലാം മാക്സിമം വൈറ്റാണ്. വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ വൈറ്റ് അല്ലാതെ. കിണർ കണ്ടില്ലേ, കിണറിന്റെ ഈ ആൾമറ എന്ന് പറയുന്നത്, നമ്മൾ ആൾമറ എന്ന് പറയും. ആൾമറക്കൊന്നും ഒരിക്കലും വൈറ്റ് അടിക്കില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ ആഗ്രഹം, ഇവരുടെ ആഗ്രഹം എല്ലാം വൈറ്റ് ആവണമെന്നാണ്. പിന്നെ അകത്ത് കുറച്ച് വൈറ്റ് അല്ലാതെ ഗ്രേ ഉണ്ട്. അതുപോലെ തന്നെ കാറ് കണ്ടോ നിങ്ങൾ, കാറും വൈറ്റ് ആണ്. അതുപോലെ നല്ല അടിപൊളി ലോണിലായിട്ട് ഇത് ഇതിനിടക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും മുളച്ചു വന്നതാണ്, ഏകദേശം ലെവലായതാണ്. അതുപോലെ ഈ ഒരു ചെടി ഉണ്ടോ, ഇതിനിടയ്ക്ക് ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. ഇത് ഉറുമാമ്പഴാണ്, ചിലര് മാതള നാരങ്ങെന്നൊക്കെ പറയും, അറബിയിൽ റുമാൻ എന്ന് പറയും. അപ്പൊ ഇത് ഈ റുമാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ നട്ടതാണ്. അതായത് റുമാൻ കഴിച്ചതിന് ശേഷം അതിൻ്റെ കുരു ചവച്ച് വെള്ളമൊക്കെ ഇറക്കിയതിന് ശേഷം അതിൻ്റെ കുരു എടുത്തിട്ട് നട്ടതാണ്. അതെങ്ങനെയാ നട്ടതെന്ന് പറഞ്ഞാല്, 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ച്, ഈ സാധനത്തിന്റെ കുരു ഫ്രിഡ്ജിൽ വെച്ച് അതിന് ശേഷം ചെറിയൊരു പാക്കറ്റിൽ ഇട്ടു. അത് മുളച്ചു വന്നു, പിന്നെ ഇവിടെ നട്ടു. അപ്പൊ ഇതിന് ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു മാതളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ, ഇതിനും ഇഷ്ടം പോലെ പൂവുണ്ടായിന്. ഇപ്പം 1 പൂവോ 2 പൂവോ മാത്രമേ ഉള്ളൂ. അപ്പോ പറഞ്ഞ പോലെ നല്ലൊരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. പൂക്കൾ വളരെ കുറവാണ്, എന്നാലും അത്യാവശ്യം ഇല്ലാതില്ല. ഇവിടെയെല്ലാം ഉണ്ട്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഈ ഒരു വെള്ളപ്പൂവ്, അതുപോലെ ചെമ്പരത്തി ഉണ്ട്. പിന്നെ അരിപ്പൂവ്, നമ്മളിതിന് അരിപ്പൂ ഹാങ് ചെയ്യുന്ന അരിപ്പൂവാണിത്. ഇതിനടുത്ത് നിറച്ചും പൂവുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ചെടിയുണ്ട്, പൂവുണ്ട്. പിന്നെ ഇതിനൊക്കെ നിറച്ചും പൂവുണ്ടായിരുന്നു. ഇപ്പം പൂ വീണു, എല്ലാം കഴിഞ്ഞ്. അത് കട്ട് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞാല് ഒരു ഒതുങ്ങിയ നല്ലൊരു വീടാണ്. അതാണ് ഈ വീടിന്റെ പ്രത്യേകത. ഈ വീട് എന്തായാലും വീഡിയോയിലൂടെ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. ഈ വീട് എന്ന് പറഞ്ഞാൽ മറ്റാരുടെയോ അല്ല, എൻ്റെ ഒരേ ഒരു പെങ്ങളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പം അബുദാബിയിലാണുള്ളത്, ഫാമിലിയെല്ലാം. ഫാമിലി മീൻസ് 2 മക്കളുണ്ട്, 2 മക്കളും അബുദാബിയിലാണ്, പെങ്ങളും അബുദാബിയിലാണ്. ഇപ്പം അളിയൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അളിയൻ പുറത്തു പോയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു ഈ ഒരു പൂ, ഇതിന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഇത് നിറച്ചും പൂ ഉണ്ടാകുന്ന. ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇഷ്ടംപോലെ പൂ ഉണ്ടാവും. ഇതിന്റെ പേര് മറന്നുപോയി. കാറും വൈറ്റ്, എല്ലാം വൈറ്റ് ആയിരിക്കണം കേട്ടാ, അതാണ് നമ്മുടെ സന്തോഷം. ശരിയാണ്, വൈറ്റ് ശാന്തിയും സമാധാനവും എല്ലാം തരുന്നൊരു സംഭവം തന്നെയാണ് അങ്ങനെ ഒരു കളറ്. ഈ വൈറ്റ് ഹൗസ് പുറത്തുനിന്ന് എങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമില്ലേ? പുറത്തുനിന്നും അകത്തുനിന്നും എല്ലാം നല്ല രസമുണ്ട്. അതെന്തായാലും നമുക്ക് കാണാൻ പോകാം, കണ്ടില്ലല്ലോ. പുറത്തുനിന്നുള്ള വ്യൂ ഇത് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. എന്തായാലും ആരും കണ്ടാലും നോക്കിപ്പോകും. വളരെ ഒതുങ്ങിയ വീട്, കൊട്ടാരം പോലത്തെ ഒന്നല്ല, വളരെ ഒതുങ്ങിയ ഒരു വീടാണ്. അത് കണ്ട എല്ലാവരും നോക്കിപ്പോകുന്നൊരു വീട് തന്നെയാണ്. അപ്പോ നമുക്കിനി കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശാലമായ മുറ്റം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു പ്ലംസ് ഉണ്ട്. ഇത് എടുത്തല്ലോ നേരത്തെ. അപ്പൊ ഇതിന്റെ കായാണിത്.
ഈ കാണുന്നതാണ് ഇതിന്റെ കായ്. ഇത് കഴിക്കുക കേട്ടാ. എന്ത് ടേസ്റ്റാണ്? ഇത് തക്കാളിപ്പഴം പോലത്തെ തക്കാളി ആ ഒരു ടേസ്റ്റ് ആണ്. ശരിക്കും പ്ലംസ് ആണ്. ഇത് മരുമാനം എവിടുന്നോ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഒരുപാട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് അകത്ത് പോകാം. അത് മാത്രമല്ല ഇതിന്റെ മുറ്റം ചുറ്റോടും ഇതേപോലെ തന്നെ വലിയ മുറ്റമുണ്ട്. എന്തായാലും അകത്തൊന്ന് കയറിയിട്ട് അകം കാണിക്കാം. പിന്നെയും വരുന്നു. വരൂ വരൂ വരൂ, ഏവർക്കും സ്വാഗതം അകത്തേക്ക്. അപ്പോ നമ്മുടെ സെൻട്രൽ ഹാളാണിത്. സെൻട്രൽ ഹാളിലെ ഈ ഒരു വാള് മാത്രം കളർ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും ഇതേ കളറാണ്. പിന്നെ മുകളിലും ഇതേ ഒരു കളറാണ്. പിന്നെ നമുക്ക് എന്താണ് ഫിഷ് പോട്ടെല്ലാം വെക്കാനുള്ള ഒരു സംഭവം ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞാവ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ മോളുടെ മോളാണ്. എല്ലാം അബുദാബിയിലാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്ലവറും അതുപോലെ ലക്കി ബാമ്പും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ്. പിന്നെ ഇത് കുഞ്ഞാവ പെങ്ങളുടെ മോളുടെ മോള്. ആള് 28 വിളിക്കുമ്പോ അങ്ങനെ മറ്റും അല്ല, അത് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് ഇപ്പോഴത്തെ കോലം ഇതാണ്. അതുപോലെ ഫിഷ് പോട്ടെല്ലാം വെക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളാണ്. പിന്നെ കുഞ്ഞാവ വന്നാലുള്ള കളിപ്പാട്ടങ്ങളാണത്. അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാലോ. സെൻട്രൽ കാഴ്ചകൾ ഇതാണ്. പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകും. സെൻട്രൽ ഹാളിൽ തന്നെ കയറുന്ന ഡൈനിങ് ഹാളാണ്. ഇതാണ് ഡൈനിങ് ഹാള്. അതുപോലെ ഇവിടുത്തെ വോള്, ഈ വോളും ഈ ഒരു കളറിലാണ്, ഗ്രേ, ഡാർക്ക് ഗ്രേ. അതുപോലെ തന്നെ ലൈറ്റും എല്ലാം വെള്ളമാണ്, വൈറ്റ് വേണം, അതാണ് കണ്ടീഷൻ. അതേപോലെ വാഷ് ബേസും എല്ലാം വൈറ്റ്. എന്തോ ഭാഗ്യത്തിന് ഡൈനിങ് ടേബിള് കുറച്ച് കളർ മാറ്റായി പോയി. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോർ റൂമാണ് ഈ സ്റ്റോർ റൂമും. അതുപോലെ തന്നെ ഇതിന്റെ കബോർഡും എല്ലാം വൈറ്റ് ആണ്. പിന്നെ ഇതൊക്കെ എല്ലാം വൈറ്റ് തന്നെ. പിന്നെ ഈ തട്ട് എന്താ പറയാ, അതൊക്കെ വൈറ്റ് തന്നെ. പിന്നെ ഡോറ് കാണുന്നില്ലേ, ഡോറും എല്ലാം വൈറ്റ്. ഫ്രിഡ്ജ് വൈറ്റ് അല്ല. അതുപോലെ ഇത് വർക്ക് ഏരിയ കുളിമുറി ഉണ്ട്. കുളിമുറിയിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കുളിമുറി ഇത് പുകയില്ലാതെ അടുപ്പ്, ഇപ്പം ഉപയോഗിക്കുന്നില്ലല്ലോ. പുകയില്ലാതെ വിറകൊക്കെ ഇട്ടിട്ട് കത്തിക്കുന്ന അടുപ്പ്. അതുപോലെ ഒരു ബാത്റൂം. പിന്നെ അപ്പുറത്തും അതുപോലെ ഒരു ബാത്റൂമും. ഇതൊക്കെയുണ്ട്. ഇതൊന്നും തുറക്കണ്ട, കുറച്ച് കാലമായിട്ട് അടച്ചിട്ടല്ലേ സംഭവം. കൂറയോ പാറ്റിയോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോ അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച, വർക്ക് ഏരിയന്റെ കാഴ്ച. ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. താഴെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക്. താഴത്തെ ബെഡ്റൂം താഴത്തെ ബെഡ്റൂം എല്ലാം അലങ്കോലമായിട്ട് ഉണ്ടാവുക. താഴെ ഒന്നും കാണിക്കണ്ട. താഴെ ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ അറ്റാച്ച്ഡ്.
അറ്റാച്ച്ഡ് ഉണ്ട്. പിന്നെ ഇതൊന്നും എന്താ ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നും ചിന്തിക്കരുത്, എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് ഇപ്പം അറ്റാച്ച്ഡ്, പഴയ പോലെയല്ല. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാരാണ്? ഈ കാണുന്ന ഇത് ഒരേ ഒരു പെങ്ങള്, ഇത് അളിയെ, പെങ്ങളെ മകൻ, മകള്. ഇത് പെങ്ങളെ മകള്, ഇതും അളിയനും പെങ്ങളും പെങ്ങളെ മക്കളും. പിന്നെ ഇതാരാ? ഇതാണ് പെങ്ങളുടെ മകള്, കല്യാണ ഫോട്ടോ. അതുപോലെ അളിയന്റെ പെങ്ങന്മാരും മരുമക്കളും ഒക്കെയാണ്. അപ്പൊ നമുക്കിനി മുകളിലെ റൂമിൽ പോവാം. മുകളില് രണ്ട് ബെഡ്റൂമും എല്ലാം വൈറ്റാണ് കേട്ടോ. ടൈല് കണ്ട, ടൈലും വൈറ്റാണ്, താഴെ മുകളിലും എല്ലാം വൈറ്റ്. അതുപോലെ ഈ ബോൾ ഉണ്ടല്ലോ, താഴത്തെ സെയിം കളറാണ്. പിന്നെ നല്ലൊരു പെയിന്റ്. ആരാണെന്നൊന്നും അറിയില്ല, 100% ചെയ്തതാണ്. പിന്നെ തീർത്ത പിന്നെ ഇതാ, അതുപോലെ തന്നെ ഈ ഒരു പെയിന്റും ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്താ, കണ്ടതിനേക്കാളും അതിമനോഹരം കാണാത്തെന്ന് പറഞ്ഞ പോലെ ഇതും ഭയങ്കര ആർട്ടാണ്. ആരാ വരച്ചിട്ട് കൊടുത്ത? അത് വരച്ചിട്ട് കൊടുത്ത കീറിപ്പോയി കാറ്റിനൊക്കെ. ആർട്ടിസ്റ്റിന്റെ പേരുണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബാൽക്കണിയിലേക്ക് പോകാം, എന്നിട്ട് റൂമിലേക്ക് പോകാം. വരൂ. ഇവിടെ നിന്നാണെങ്കിൽ നല്ല വ്യൂ അല്ലേ, അല്ലെ? അടിപൊളിയല്ലേ മുകളിൽ നിന്ന് താഴേലേക്ക് നോക്കുമ്പോ. എന്തായാലും രാവിലെ എല്ലാം എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ കുറെ പൂക്കളും അതുപോലെ ചെടികളും പിന്നെ ഇതേമാതിരി ലോണൊക്കെ ആയിട്ട് കാണാൻ ശരിക്കും നല്ലൊരു ഐശ്വര്യം തന്നെയാണ്. രാവിലത്തെ ഒരു കാഴ്ച, ഇങ്ങനെയുള്ള കാഴ്ച തന്നെ കാണണം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലെ 2 ബെഡ്റൂം പറഞ്ഞല്ലോ, അപ്പൊ മുകളിലെ 2 ബെഡ്റൂമിലേക്കും കൂടി നമുക്കൊന്ന് പോകാം. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരു അറ്റാച്ച്ഡ്. ഇത് രണ്ടും സെയിം തന്നെ, താഴെ മുകളിലുള്ള ടൈൽസ് ഒക്കെ സെയിം ആണ്. ബെഡ്റൂമിലും സെയിം ടൈൽസ് തന്നെ, വൈറ്റ്. ഒരു ബെഡ്റൂം ഇത്. അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം, ടൈം കളയണ്ട. അടുത്തൊരു ബെഡ്റൂം. ഇത് മരുമകന്റെ, പെങ്ങളുടെ മകന്റെ ബെഡ്റൂമാണ്. ചുമരിനൊക്കെ വോളിനൊക്കെ എല്ലാം വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇത് കണ്ട ഷെൽഫും എല്ലാം വൈറ്റ് ആണ്. പിന്നെ മറ്റൊരു വലിയൊരു കാര്യം ഇതാ, കട്ടിൽ വരെ വൈറ്റ് ആണ് കേട്ടോ. ഇതാണ് മരുമകനും അവന്റെ വൈഫും. കല്യാണം കഴിഞ്ഞ് അവരെല്ലാം അബുദാബിയിൽ തന്നെയാണുള്ളത്. അതുപോലെ വൈഫിന്റെ വീട് എവിടെയാ? വൈഫിന്റെ വീട് ജാർഖണ്ഡ്. സ്വദേശിനിയാണ് കേട്ടോ. ജാർഖണ്ഡ് സ്വദേശിനിയാണ്. പിന്നെ എയർ ഹോസ്റ്റസ് ആണ്. പിന്നെന്താ ഒരു അത്യാവശ്യം വലിയ ബാത്റൂം ഉണ്ട്. പിന്നെ ഡ്രസ്സെല്ലാം മാറണ്ടെങ്കിൽ ഇവിടുന്ന് മാറാം. പക്ഷെ അത്യാവശ്യം മോശമല്ലാതെ ബാത്റൂം ഉണ്ട് ഇവിടെ. നമുക്ക് വൈറ്റേ പറ്റും എന്തായാലും. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അതും കൂടി കാണാം. ഇവിടുത്തെ ബാൽക്കണി ഈ ഭാഗത്ത്. അപ്പൊ 2 ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് കാണാൻ കാഴ്ച വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല പച്ചപ്പുണ്ട്, എല്ലാം നല്ല പച്ചപ്പുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വർക്ക് ഏരിയ, തുണിയെല്ലാം കഴുകിയിട്ട് ഉണങ്ങാനിടാൻ ഇവിടെ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്. അതുമെല്ലാം വലിയ കാര്യം തന്നെ, സംഭവം തന്നെ. അപ്പോൾ മുകളിലത്തെയും താഴത്തെയും കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് താഴെ പോകാം. അപ്പോൾ വീടിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. എന്തായാലും സുന്ദരമായ ഒരു വീടല്ലേ, അടിപൊളി. ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വീടാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എന്നും പറയും പോലെ തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു.